കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരുപിടി നേട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ജയേഷ് ജോർജ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും ഞാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രസിഡൻഷിപ്പിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഓഫീസ് ബേസ് തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും അത് എൻ്റെ കാലഘട്ടത്തിൽ അത് ഭംഗിയായി തുടങ്ങി. രണ്ടാം സീസൺ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീസണിനെക്കാളും വളരെ മനോഹരമായിട്ട് നമുക്കത് നടത്താൻ കഴിഞ്ഞു. പിന്നിൽ പ്രവർത്തിച്ച് നമുക്കറിയാലോ, കെ സിയുടെ ഓഫീസും സെക്രട്ടറിയും എല്ലാവരും തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഇനീഷ്യേറ്റീവ് തുടക്കം കുറിച്ചതും അത് നല്ല രീതിയിൽ കൊണ്ടുപോയതിനും എനിക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ആത്മാഭിമാനം തന്നെ ഉണ്ട്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ കേരള ക്രിക്കറ്റിൻ്റെ ഒരു രഞ്ജി ഫൈനലിലേക്ക് വരുന്നു. അങ്ങനെ ആ തരത്തിൽ കൂടി പല മേഖലകളിലും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. താങ്കൾ എങ്ങനെ കാണുന്നത് താങ്കളുടെ ആ ഒരു ടെനറിനെ? ഞാൻ എന്താ പറയുക 2005 തുടങ്ങിയത് ഈ പറഞ്ഞ കേരള ക്രിക്കറ്റ് അസോസിയേഷന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് 8 വർഷം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ പോസ്റ്റും ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ എന്താ പറഞ്ഞാൽ എല്ലാ പോസ്റ്റിലും തന്നെ ഇരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് പ്രസിഡൻ്റായിട്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് 3 വർഷം. അതിനിടയ്ക്ക് BCCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയി. ഏതായാലും അത്തരമൊരു എന്താ പറയുക നമ്മളുടെ എനിക്ക് തോന്നുന്നു വലിയൊരു അനുഭവജ്ഞാനം തന്നെയാണ്. കാര്യം നമ്മൾ എറണാകുളത്ത് വൺ ഡേ ഇൻ്റർനാഷണൽ തുടങ്ങുമ്പോൾ ഞാനൊക്കെ അന്ന് കളിക്കുന്ന സമയമാണ് 1996-97 കാലഘട്ടത്തിൽ ആദ്യത്തെ മാച്ചിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ മറ്റേ അറ്റൻഡൻറ്റ് റൂം ബോയ് മറ്റേ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ കീഴിൽ അതേമാതിരി നമ്മളുടെ രഞ്ജി തോമസ് സാറായിരുന്നു അന്ന് ഡ്രസ്സിംഗ് റൂം ഇൻചാർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ അന്ന് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഈ 96-97 പ്ലേയേഴ്സ് റൂമിൽ ആണ് ഫസ്റ്റ് ഒരു അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ആക്ടിവിറ്റിക്ക് വരുന്നത്. അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറിയായി, കൺവീനറുകളായി പല മാച്ചുകളുടെയും. IPL സീസൺ നടന്നപ്പോൾ ഞാനായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ചുമതല, കൊച്ചി റോയൽസിൻ്റെ നടന്നപ്പോൾ. അപ്പോൾ അതെല്ലാം വളരെയധികം എക്സ്പീരിയൻസ് കിട്ടി. ഏതായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം വരുന്നത് കേരള രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയത് തന്നെയാണ്. കാര്യം ഏതൊരു സ്റ്റേറ്റ് അസോസിയേഷൻ്റെയും മികവും പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും എന്താ പറയുക അത്യുന്നതങ്ങളിലുള്ള സംഭവമാണ് രഞ്ജി ട്രോഫി ഫൈനൽ കപ്പടിക്കുക എന്നുള്ളത്. നമുക്കറിയാം 34 റണ്ണിൻ്റെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും പലയിടത്തും പോയി BCCയിലൊക്കെ പോകുമ്പോഴും കേരള പ്ലേയേഴ്സ് നല്ലതാണ്, ഫെസിലിറ്റി നല്ലതാണെന്നൊക്കെ പറയുമ്പോഴും പക്ഷേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ തുടർച്ചയായിട്ട് മത്സരങ്ങൾ ജയിച്ചാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് വേണം. മറ്റേത് ഇടയ്ക്കൊരു മാച്ച് ജയിക്കും, മുംബൈനെ തോൽപ്പിക്കും, വലിയ വാർത്തയാവും, ഇടയ്ക്കൊന്ന് ഡൽഹിനെ തോൽപ്പിക്കും. പക്ഷേ ഇത് മികച്ച ടീമുകളെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മളവിടെ എത്തിയത്. അതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം തന്നെ. ചുമതലകൾ അവസാനിക്കുന്നില്ല, ഒരുപക്ഷെ വലിയൊരു പദവിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വനിതാ പ്രീമിയർ ലീഗിൻ്റെ പ്രഥമ ചെയർമാൻ എന്നുള്ള ഒരു പദവിയാണ് ഇനി. അതും സീസൺ തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ജാനുവരി 9 ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ ഏകദേശം ഇത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഏതായാലും ഇതും നമ്മൾക്കൊരു എന്താ പറയുക BCCയുടെ ഒരു എന്താണ് അംഗീകാരം തന്നെയാണ്. ഈ ഒരു 3 വിമൻ മാച്ച് നമുക്ക് ഇവിടെ കിട്ടുക. അതും വേൾഡ് ചാമ്പ്യൻസ് വന്നു, നല്ല ക്രൗഡ് വന്നു. ഒരു 3 മാച്ചും കൂടി എനിക്ക് ഏകദേശം ഒരു 10-30,000 കാണികൾ വന്ന് കളി കണ്ടിട്ടുണ്ട്. ഇന്നും നല്ല ക്രൗഡുണ്ട്, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് പബ്ലിക്കിൻ്റെ അടുത്ത്. കാര്യം നല്ല മാച്ചസ് വരുന്നു. ശ്രീലങ്ക അത്ര നല്ല ടീമല്ല. ഞാൻ പറഞ്ഞാൽ ഇന്ത്യ, ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക ആ ഒരു ടീമിൻ്റെ അത്ര ഒരു ഇതുള്ള ടീമല്ല. പക്ഷേ അപ്പോഴും ഈ ഒരു ടീമിനെയും ആളുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത്ര ആളുകൾ കളി കാണാൻ എത്തി. അത് ഇൻഫ്രാസ്ട്രക്ചർ താങ്കൾ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ മംഗലപുരത്ത് നമ്മൾ ലൈറ്റ്സ് വെച്ചു, ആലപ്പുഴയിൽ ലൈറ്റ്സ് വെച്ചു. നമ്മളെല്ലാ ജില്ലകളിലും ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി 14 ജില്ലകളിലും ഫസ്റ്റ് ക്ലാസ് സ്റ്റേഡിയം, കൂടാതെ കൊച്ചിയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അതാണ് അടുത്തൊരു ഡ്രീം തന്നെ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഡ്രീമാണ് രഞ്ജി ട്രോഫി, കേരള ക്രിക്കറ്റ് ലീഗ്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം. അതിപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം എല്ലാ സ്പോർട്സിനും വേണ്ടിയിട്ടൊരു സ്കീം പാസ്സാക്കി. മുഖ്യമന്ത്രിയോടും സ്പോർട്സ് മന്ത്രിയോടും റവന്യൂ, അഗ്രികൾച്ചർ എല്ലാ മിനിസ്റ്റേഴ്സിനോട്, കേരള ഗവൺമെൻറ്റിനോട് തന്നെ കേരളത്തിന് സ്പോർട്സ് എനിക്ക് തോന്നുന്നു എല്ലാ സ്പോർട്സിനും ഉതകുന്നൊരു സ്കീമാണ്. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സിന് വേണ്ടി തന്നെ ഒരു സ്കീം അതായത് പാസ്സാക്കി. അപ്പോൾ നമുക്കറിയാം നെടുമ്പാശ്ശേരിയിൽ നമ്മൾ 3 വർഷമായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുമായിരുന്നു. നമുക്കറിയാം അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ഇഷ്ടികകളത്തിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്തുപോയ ഭൂമിയാണ്. പക്ഷേ അതിൻ്റെ റവന്യൂ റെക്കോർഡ്സിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം സ്പോർട്സ് മിനിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹത്തിനോട് വളരെയധികം കടപ്പാടുണ്ട്. മുഖ്യമന്ത്രി അത് ഞങ്ങളത് പോയി കണ്ടപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പ്രോജക്റ്റാണ്, ഇത് നടക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാശിയോടുകൂടി തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അബ്രഹാം സാറിനെ കാണാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ. അതുവഴി നമ്മൾ ആ ഒരു കോർഡിനേഷനിൽ പോയി. അപ്പോൾ അത് വളരെ ഒരു നല്ല തുടക്കമാണ്. കേരളത്തിലെ ഗവൺമെൻറ് സ്പോർട്സിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഇതുകൂടിയാണ്. കാര്യം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഡ്രഗിൻ്റെ മോചനത്തിൽ നിന്നും കൂടുതൽ കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കാൻ എല്ലാ സ്പോർട്സിലും. കാര്യം ഇത് ക്രിക്കറ്റിന് വേണ്ടി മാത്രമല്ല, എല്ലാം
എല്ലാ സ്പോർട്സിനും വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ബാക്ക് ടു WPL 4th സീസണാണ്. പ്രത്യേകിച്ച് ഇത്തവണ വേൾഡ് ചാമ്പ്യൻസ് ആയി ഇന്ത്യൻ ടീം വരുമ്പോൾ കുറച്ചുകൂടി സ്പെക്ടാക്കുലർ ആവും എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 1-2 കമ്മിറ്റികൾ ഇപ്പോൾ ഓൺലൈനിൽ കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ മാച്ചിനും ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് കാണികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കറിയാലോ ഈ ഒരു വേൾഡ് കപ്പ് വിന്നിങ് മൂമെൻറ്റ്സ്, അതാ സെമി ഫൈനലായിക്കോട്ടെ ഫൈനലായിക്കോട്ടെ, അതിന് മുമ്പിലത്തെ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചുകൾ എല്ലാം വളരെ ത്രില്ലിംഗ് മാച്ചായിരുന്നു. നമ്മളുടെ കുട്ടികൾ വേൾഡിൽ ബീറ്റേഴ്സ് പണ്ടും എനിക്ക് നമ്മൾ ഹർമനും സ്മൃതിയൊക്കെ പറഞ്ഞു നമ്മളൊരു ഫൈനൽ അല്ലെങ്കിൽ ഒരു സെമി ഫൈനലിലെത്തുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയമായ ഒരു ടീമിനെ എതിരെ പതറുമായിരുന്നു. ഇതും 333 അത്ര വലിയൊരു റണ്ണ് ചെയ്തപ്പോൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ ആ കുട്ടികൾ അത് നേടി എന്നുള്ളത് തന്നെ വളരെയധികം ഒരു വലിയൊരു പ്ലസ് പോയിന്റാണ് വിമൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചും WPL-നെ സംബന്ധിച്ചും. WPL-ലെ ഇനി ഭാവിയിൽ ടീമുകൾ കൂട്ടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിനൊരു ടീം കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ കേരളത്തിൽ കൂട്ടേണ്ടി വരും. കാര്യം ഇപ്പോൾ നമുക്ക് 5 ടീമാണുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിക്ടറി കൂടുതൽ പെൺകുട്ടികൾ ഇപ്പോൾ ഞാൻ ഇപ്പം പല അസോസിയേഷനായിട്ട് സംസാരിക്കുമ്പോൾ ഈ ക്യാമ്പുകളിലും അല്ലെങ്കിൽ അക്കാഡമികളിലേക്കൊക്കെ കൂടുതൽ പെൺകുട്ടികൾ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഏതായാലും കൂടുതൽ കാലിബറുള്ളതും അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാൻഡേർഡുള്ള കുട്ടികൾ അതിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കൂട്ടേണ്ടി വരും. 1-2 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിനൊരു ടീം കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും നമ്മളെ എല്ലാ പ്രാവശ്യവും ആഗ്രഹമാണ്. അത് എന്തായാലും ആ ഒരു സമയത്ത് ബോഡിയും കാര്യങ്ങളും തീരുമാനിക്കും. എൻ്റേതായ എന്തായാലും റിക്വസ്റ്റ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു 3 താരങ്ങളും ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് ഡെബ്യൂ ഒക്കെ ചെയ്തത്. മിന്നു, സജന, ആശ എന്നുള്ള താരങ്ങൾ. അപ്പോൾ അതും കേരളത്തിൻ്റെ വനിതാ ക്രിക്കറ്റും കൂടെ വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. തീർച്ചയായിട്ടും നമ്മളതുകൊണ്ടാണല്ലോ അടുത്ത വർഷം തന്നെ വിമൻ ക്രിക്കറ്റ് ലീഗും നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗുമാരി പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റേതായ കാര്യങ്ങളായിട്ട് പുതിയ ഓഫീസേഴ്സ് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും എൻ്റേതായ സഹായം എപ്പോഴും ഉണ്ടാവും. സ്റ്റിൽ അത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലാണ് വനിതാ വിമൻ താരങ്ങൾ ഇന്ത്യയിൽ ടീമിലേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ ജോഷിത അണ്ടർ-19 വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്നു. നജ്ല അവരുണ്ട്. കുറേ താരങ്ങൾ വരുന്നുണ്ട്, പുതിയ താരങ്ങൾ. എന്തായാലും എല്ലാ ഭാഗങ്ങളും പുതിയ ചുമതലയിലും വലിയ രീതിയിൽ തിളങ്ങട്ടെ. ആശംസകൾ നേരുന്നു. ജയേഷ് ജോർജാണ് സംസാരിച്ചത്. എന്തായാലും KCA പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള WPL ചെയർമാൻ എന്ന പദവിയിലേക്കാണ്. അതിലും വളരെ സക്സസ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24.